दगाबाजी की राजनीति खत्म कर दी इन्होंने। खट्टर साहब की राजनीति खत्म कर दी, डॉक्टर रमन सिंह की राजनीति खत्म कर दी। अब अगला किसका नंबर है? योगी आदित्यनाथ। अगर ये चुनाव जीत गए, मेरे से लिखवा लो, 2 महीने के अंदर उत्तर प्रदेश का मुख्यमंत्री बदल देंगे। योगी आदित्यनाथ की राजनीति खत्म करेंगे, उनको भी निपटा देंगे। തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ നിന്ന് താൽക്കാലിക ജാമ്യം കിട്ടിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രവചനം ഫലിക്കുകയാണോ? യോഗി യുഗം തിരുത്താനൊരുങ്ങുകയാണോ BJP? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് കണ്ട BJPയുടെ ഏറ്റവും മോശം പ്രകടനത്തിൽ പാർട്ടിക്ക് കിട്ടിയത് 80-ൽ വെറും 33 സീറ്റുകൾ മാത്രമായിരുന്നു. UPയിൽ BJP തളർന്നപ്പോൾ ആ ക്ഷീണം ദേശീയ തലത്തിലും പാർട്ടിയെ ബാധിക്കാതിരുന്നില്ല. ഒടുവിലിതാ ഉപമുഖ്യമന്ത്രി കേശവ് മൗര്യയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലും സർക്കാരിലും പടയൊരുക്കം നടക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ. കേന്ദ്ര നേതൃത്വം ഇടപെടാനൊരുങ്ങുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് മന്ത്രിസഭാ പുനഃസംഘടനയും യോഗിയെ താഴെയിറക്കലുമാണോ? എണ്ണപ്പെടുകയാണോ യോഗിയുടെ ദിനങ്ങൾ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിൽ ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ്, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ്, ഒപ്പം ഇടത് നിരീക്ഷകൻ CB സത്യൻ. 3 പേർക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, 400 പാർ പറഞ്ഞിരുന്ന പാർട്ടി, അതിൽ എത്താൻ കഴിയാതിരുന്ന BJPക്ക് വലിയ തളർച്ചയുണ്ടായ സ്ഥലം പാർട്ടിയുടെ പ്രധാന കേന്ദ്രമായ UP തന്നെയാണ്. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ തവണത്തെക്കാൾ പാതി സീറ്റിൽ പാർട്ടിക്ക് ഒതുങ്ങേണ്ടതായി വന്നു. അതിനുള്ള ആ ക്ഷീണത്തിന്റെ വലിയ വില അത് യോഗി ആദിത്യനാഥ് തന്നെ ചുമക്കേണ്ടി വരും. അങ്ങനെയുള്ള സൂചനകളൊക്കെയാണോ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നൽകുന്നത്? അപർണ, BJPക്ക് ഉത്തർപ്രദേശിൽ ലഭിച്ച തിരിച്ചടിയുടെ മുഖ്യ ആരോപണം തറച്ചു നിൽക്കുന്നത് യോഗിയിൽ തന്നെയാണ്. അതേസമയം യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി പറയുന്നത് താൻ ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിലായി ഫീൽഡ് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് അത്. അദ്ദേഹം ഉറക്കെ പറയുന്നില്ല എന്നേ ഉള്ളൂ. അന്തർലീനമായ ഒരു അവസ്ഥ അതാണ്. യോഗി ആദിത്യനാഥ് തന്നെയാണ് ഉത്തർപ്രദേശിലെ BJPക്ക് നേതൃത്വം കൊടുക്കാനും മുഖ്യമന്ത്രിയായിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ നേതാവ് തന്നെയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഏറെ സമയങ്ങളിൽ, പല സമയങ്ങളിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയതാണ്, MP ആയതാണ്. അതുപോലെ അദ്ദേഹം ഗോരഖ്പൂരിൽ നിന്നും ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. അദ്ദേഹത്തിന് ചില തീരുമാനങ്ങൾ, വിവാദ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ബുൾഡോസർ രാജ് എന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം ശക്തനായ ഭരണാധികാരി തന്നെയാണ്. അദ്ദേഹം അഖിലേഷ് യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട രാജ് അത് അവസാനിപ്പിച്ചു എന്നതുകൊണ്ടും ക്രമസമാധാന നില മെച്ചപ്പെടുത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ സാമാന്യം അഭിപ്രായമുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് യോഗി ആദിത്യനാഥ്. അത് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉയർത്തിക്കാട്ടാനൊക്കുന്ന ഒരു ഹൈന്ദവ മുഖം, അത് അദ്ദേഹം ഒരു യോഗി ആയതുകൊണ്ടോ സന്യാസി ആയതുകൊണ്ടോ മാത്രമല്ല. ഈ ഒരു സന്യാസിയായി കഴിയുമ്പോൾ പിന്നെ അത് ജാതി വിഷയമല്ലല്ലോ. അപ്പം ജാതി രാഷ്ട്രീയം തകർത്താടുന്ന ഉത്തർപ്രദേശിൽ അതൊക്കെ മേലെ എല്ലാ ഹിന്ദു വിഭാഗങ്ങളെയും ഒന്നിക്കാൻ കഴിയുന്ന ഒരു സന്യാസി വര്യൻ എന്ന നിലയിൽ ഈ മഠത്തിൻ്റെ അധിപൻ കൂടിയായ ഗോരഖ്നാഥ് മഠവുമായി ബന്ധപ്പെട്ട പേരാണല്ലോ യോഗി ആദിത്യനാഥിൻ്റേത്. അത് മാത്രമല്ല, നാഥ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാ സമൂഹം, ആ സമൂഹത്തിന് വലിയ വേരോട്ടമുണ്ട് കിഴക്കൻ ഉത്തർപ്രദേശിലും ബീഹാറിലും, ആസാമിലും, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും, ത്രിപുരയിൽ പോലും, അതുപോലെ നേപ്പാളിലും എല്ലാം വലിയ വേരോട്ടമുള്ള നാഥ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നയാളാണ് യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് ഒരു ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ എന്ന രീതിയിലുള്ള യോഗി ആദിത്യനാഥിൻ്റെ ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്യാനാവാത്ത ഒന്നാണ്. പക്ഷേ ഇവിടെ മോദിയാണോ യോഗിയാണോ താരം, ഇതൊരു വലിയ വിഷയമാണ്. അത് ഒരുപക്ഷെ യോഗിയുടെ മനസ്സിൽ വലിയ ചോദ്യചിഹ്നം ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ ഇത് ഇപ്പോൾ കണ്ട വിഷ്വൽസ്, കേജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രവാചക ശബ്ദത്തോടു കൂടിയുള്ള ചില വാക്കുകൾ, ആ വാക്കുകൾ നോക്കൂ മിസ്റ്റർ യോഗി, താങ്കൾ ഒരുപക്ഷെ പുറത്തേക്കുള്ള വഴിയിലായിരിക്കും. നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ 2 മാസത്തിനകം താങ്കളുടെ കസേര തെറിക്കും എന്ന ഒരു പ്രവചനം, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ, ആ ഒരു
കേജ്രിവാളിൻ്റെ വെടി പൊട്ടിച്ചതാണ്, ചുമ്മാ ഒരു വെടി പൊട്ടിച്ചതാണ്. പക്ഷേ അതിപ്പം ചക്ക വീണ് മുയൽ ചത്തു എന്ന രീതിയിലാണോ, അതോ അതെന്തെങ്കിലും വരാനുള്ള വിപത്തിൻ്റെ സൂചനയായി കേജ്രിവാൾ മുൻകൂട്ടി കണ്ടതാണോ, ഇത് ചോദ്യമാണ്. അതുകൊണ്ടാണ് കേശവ് പ്രസാദ് മൗര്യ എന്ന ഉപമുഖ്യമന്ത്രി, ആ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ സ്വരച്ചേർച്ചയിലല്ല. അപ്പം മുൻപ് അങ്ങനെയുള്ള സൂചനകളൊന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ അടുത്ത കാലത്താണ് അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഈ BJPയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ സംസ്ഥാന തലത്തിൽ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് ദേശീയ പ്രസിഡന്റ് JP നദ്ദയുടെ കൂടി സാന്നിധ്യത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തി. ആ തുറന്നു പറച്ചിലുകൾ യോഗിക്കെതിരാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നില്ല എങ്കിലും ഇവിടെ സംഘടനയ്ക്ക് പ്രാധാന്യമുണ്ട്. സംഘടനയാണ് വലുത്, അല്ലാതെ വ്യക്തിയല്ല, അല്ലെങ്കിൽ ഭരണകൂടമല്ല. ഭരണകൂടം എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ ദുഷ്പ്രമാണിത്വം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി സാധാരണ BJP അടിസ്ഥാന വർക്കേഴ്സിന് വേണ്ട നീതി പലപ്പോഴും കിട്ടുന്നില്ല, വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന പരിഭവം അവർക്കുണ്ട്. ഇതെല്ലാം കൂടി ആ ഒരു ഗ്രീവൻസസ് എല്ലാം കൂടി വെന്റ് ചെയ്യുകയാണ് ഈ പറയുന്ന ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ. ഇതിന് ഉള്ള മറുപടി എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് കുറച്ചുകൂടി ഒരു മയപ്പെടുത്തി ഒരു 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 ഇതിലാണ്. അപ്പം അത് വേണ്ട രീതിയിലുള്ള ജാഗ്രത നമുക്ക് പുലർത്താൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഓവർ കോൺഫിഡൻസ് അല്ലേ, അമിത ആത്മവിശ്വാസം വിനയായി വന്നു എന്ന രീതിയിൽ ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു പോവുകയാണ്. പക്ഷേ ആരാരെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന് വളരെ വ്യക്തമാണ്. ഇതിന് പിന്നിൽ ഇനി അറിയാനുള്ളൊരു കാര്യം, കേശവ് പ്രസാദ് മൗര്യ ഒരു ഒറ്റയാൻ എന്ന നിലയിൽ, കേവലം ഒരു ഒറ്റ വ്യക്തി എന്ന നിലയിൽ യാദൃച്ഛികമായി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുമോ, ഇങ്ങനെ ഒരു പരസ്യ പ്രചരണം ഒരു പ്രസ്താവന നടത്തി അത് ട്വിറ്ററിൽ ഷെയർ ചെയ്യുക വരെ ചെയ്യുമ്പോൾ അദ്ദേഹം വ്യക്തമായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേശവ് പ്രസാദ് മൗര്യയുടെ പിന്നിൽ ആര്? ഇത് വലിയ ചോദ്യമാണ്. അവിടെയാണ് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി JP നദ്ദയിലൂടെ അല്ലെങ്കിൽ മറ്റ് നേതാക്കളിലൂടെ അദ്ദേഹത്തിന് മേൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ടോ, കേശവ് പ്രസാദ് മൗര്യയ്ക്ക് മേൽ പ്രിവെയിൽ ചെയ്യുകയും അങ്ങനെ യോഗി ഇഫക്റ്റിനെ നള്ളിഫൈ ചെയ്തുകൊണ്ടുവന്ന് ഭാവിയിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു ത്രെട്ട് എന്ന നിലയിൽ പോലും വളർന്നു വരാൻ കഴിയുന്ന ഒരു നേതൃത്വം. അതൊരു കൃത്യമായ പോയിന്റ്. അങ്ങനെ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് പിറകിലാര് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. നമുക്ക് അതിലേക്ക് തന്നെ തിരികെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ഷാബു പ്രസാദ്, കേശവ് പ്രസാദ് മൗര്യ എന്ന UPയിലെ ശക്തനായിട്ടുള്ള ഒരു നേതാവ്, പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, 2022 അദ്ദേഹത്തിൻ്റെ കൂടി പ്രവർത്തന ഫലമായിട്ട് BJP വീണ്ടും അധികാരത്തിലെത്തുക, യോഗി മുഖ്യമന്ത്രിയാകുക, ഇങ്ങനെയെല്ലാമുള്ള കേശവ് പ്രസാദ് മൗര്യ എക്സിൽ കുറിക്കുന്നു സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന. ഇതേ കേശവ് പ്രസാദ് മൗര്യ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗങ്ങളിൽ നടക്കം വിട്ടുനിൽക്കുന്നു, JP നദ്ദയെ കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, യോഗിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ വിമർശനങ്ങൾ നിരന്തരം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. പാളയത്തിൽ പട തുടങ്ങിയിരിക്കുകയാണ് UPയിലെ BJPയിൽ എന്ന് ഉള്ള കാര്യം സത്യമല്ലേ? അത് BJP എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാനത്ത് നിന്ന്? അപർണ, നമുക്ക് ഈ പരിചയമുള്ള, ഇവിടെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ചില രാഷ്ട്രീയ വ്യാകരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വ്യാകരണങ്ങളുടെയും ആ രാഷ്ട്രീയ ബോധ്യങ്ങളിലെയും നമ്മുടെ നമ്മുടെ ഒരു പ്രസന്റ് എക്കോസിസ്റ്റം വളർത്തിയെടുത്ത രാഷ്ട്രീയ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്ന നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ നടക്കുന്നത്. എന്നാൽ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇന്ന് റിപ്പോർട്ടുകൾ പറയുന്നു, എന്ന് വേണ്ട കരുതാൻ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട് തീർച്ചയായും BJP ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് UPയിലെ റിസൾട്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് സംഘടനാ തലത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. ഒരു വലിയ പാർട്ടിയല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങളും ഈ നിരീക്ഷകരും മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്ന് യോഗിയെ അടിച്ച് താഴെ ഇറക്കി കഴിഞ്ഞല്ലോ. നിങ്ങൾ
അത് സത്യത്തിൽ എനിക്കിത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, യോഗി ആദിത്യനാഥ് അവിടെ കഴിവ് തെളിയിച്ച ട്രാക്ക് റെക്കോർഡുള്ള അതായത് സമീപകാല ചരിത്രത്തിൽ അധികാര തുടർച്ചയോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന ശക്തനായ മുഖ്യമന്ത്രിയാണ്. ആ യു പിയുടെ ആ സാമൂഹ്യ അവസ്ഥ തന്നെ മാറ്റിമറിച്ച, അത്രത്തോളം കരുത്ത് കാണിച്ച, ആ കമ്മിറ്റ്മെൻറ്റ് കാണിച്ച മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഒരു തരത്തിലും ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇനി ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രവചനം മറ്റത് മറിച്ച് നാളെ മോദിക്ക്, എനിക്ക് മോഹൻ വർഗീസ് സാറിൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് സാറിൻ്റെ കൗതുകം തോന്നി. മോദിക്ക് ത്രറ്റായി മാറുമോ, മോദിക്ക് ഭീഷണിയായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ്. ഇതൊക്കെ ഈ നമ്മുടെ ഈ ചർച്ചകൾ കൊഴുപ്പിക്കാനും മാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പ് TRP റേറ്റ് കൂട്ടാനും അങ്ങനെ ആൾക്കാരെ തങ്ങളിലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ട് അതിനെയൊക്കെ അങ്ങനെയുള്ള ഊഹാപോഹങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളത് അതവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതൊന്നുമല്ലാതെ അവിടെ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ, ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷനെ ചൊല്ലിയുള്ള ഇലക്ഷൻ്റെ റിസൾട്ടിനെ ചൊല്ലിയുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ടാകും. അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ അവർ പാർട്ടി ചെയ്യുന്നുമുണ്ടാകും. എന്തായാലും വെറുതെ ഇരിക്കില്ല. എന്തായാലും ചരിത്രത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ ശീലമുള്ള ഒരു പാർട്ടിയാണ് BJP. തോറ്റ് ജയിച്ചവരാണവർ. അവർ തോറ്റതുപോലെ മറ്റൊരു പാർട്ടിയും ഇന്ത്യയിൽ തോറ്റിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ തോൽവിയിൽ നിന്നും പല അനുഭവങ്ങളിൽ നിന്നും ഒക്കെ പാഠം പഠിച്ച് തന്നെയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും BJPക്ക് പഠിക്കാൻ ഏറെയുണ്ട്, അവർക്ക് തിരുത്താൻ ഏറെയുണ്ടാകും. ആ തിരുത്തലാണ് ശ്രീ ശ്യാമപ്രസാദ്, ആ തിരുത്തലാണ് വിഷയം. ആ തിരുത്തലാണ് താങ്കൾ പറഞ്ഞതുപോലെ. ആ തിരുത്തൽ രണ്ട് വിഷയമാണ്. അമിത ആത്മവിശ്വാസം പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളാരുമല്ല, ക്രെഡിബിലിറ്റിയുള്ള ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ആ സമയത്താണ് കേശവ് പ്രസാദ് മൗര്യ എക്സിൽ കുറിക്കുന്നത് സർക്കാരല്ല സംഘടനയാണ് ഏറ്റവും വലുതെന്നുള്ളത്. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ചില അതൃപ്തികൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. അതനുസരിച്ചുള്ള ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തോറ്റു ജയിച്ചവരാണ്, കൃത്യമായിട്ട് പാഠം മനസ്സിലാക്കുന്നവരാണ്. ആ മനസ്സിലാക്കി തിരുത്താൻ പോകുന്ന പാഠത്തിനകത്ത് ഒരു മുഖം മിനുക്കലുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. യോഗി ആദിത്യനാഥിനെ അവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. കാര്യം ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലോ അദ്ദേഹത്തിൻ്റെ ഭരണരീതികളിലോ ഒന്നും ഒരു പരാതിയും ഒരു ശത്രുക്കൾക്ക് പോലും പറയാൻ കഴിയില്ല. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, എത്ര പതിറ്റാണ്ടുകളായി അവിടെ നിലനിന്നിരുന്ന ഗുണ്ടാരാജ് അമർച്ച ചെയ്യുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അവിടുത്തെ അവസ്ഥയെപ്പറ്റി അറിയണം. ഞാൻ ഉത്തർപ്രദേശിൽ പഠിച്ചവനാണ്. ഞാൻ PG കോഴ്സ് ചെയ്തത്, ഞാൻ PG എടുത്തത് കാൺപൂർ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു നഗരമായിരുന്നു കാൺപൂർ. അതേപോലെ തന്നെ ഇഷ്ടം പോലെ UP ഉടനീളം കണ്ടിട്ടുണ്ട്. എൻ്റെ കൺമുമ്പിൽ ഞാൻ എൻകൗണ്ടർ കണ്ടിട്ടുണ്ട്. കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ, ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അങ്ങനെയുള്ള ആ UPയിൽ അവിടെ ഗുണ്ടാരാജ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതൊന്ന്. അതേപോലെ ഈ ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് എക്സ്പ്രസ് ഹൈവേകളായാലും വ്യവസായങ്ങളായാലും എയർപോർട്ടുകളായാലും അങ്ങനെ UPയിൽ വരുന്നത്. ഇതൊക്കെ ആരാണ് തിരുത്തുന്നത്? ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കകത്തുനിന്ന് താങ്കൾ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ, അതിനപ്പുറത്തേക്ക് അയോധ്യയിലടക്കം പാർട്ടിക്ക് സീറ്റ് പോയി, SP-ക്കുണ്ടായ വളർച്ച, ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗ ദളിത സമുദായങ്ങൾ മാറിപ്പോയി എന്നുള്ള വിലയിരുത്തൽ RSS പോലും നടത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്. പുറത്തുനിന്നുള്ളവരൊക്കെ വിട്ടേക്ക്, മറ്റുള്ളവരെന്ത് പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി സ്വയം വിലയിരുത്തുന്നത് എവിടെയോ പിറകോട്ടടിച്ചു എന്നുള്ള ഒരു കാര്യമില്ലേ കണക്ക് വെച്ചുകൊണ്ട്.
വളരെ കൃത്യമായിട്ട് പറയാം. അതായത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായ കാരണം തന്നെ നമുക്കറിയാം. അതായത് അവിടെ ബി ജെ പിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം, ആ ക്വാണ്ടം ഓഫ് വോട്ട്സ് 2019 നിന്ന് ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യനിരയുണ്ടായി. ആ കോൺഗ്രസും എസ് പിയും അങ്ങനെ വളരെ ശക്തമായ ഒരു ഐക്യനിരയുടെ അവിടെ ഉണ്ടായി. ആ ഐക്യനിര അവിടെ വർക്കൗട്ടായി, നല്ലൊരു പരിധി വരെ അവിടെ വർക്കൗട്ടായി. അതിനെ അതിജീവിക്കാൻ ബി ജെ പിക്ക് കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മയ്ക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്കും കാരണം. അത് തീർച്ചയായും ബി ജെ പി വിലയിരുത്തേണ്ട. എത്ര ശക്തമായ രീതിയിൽ പ്രതിപക്ഷ നിരകൾ ഒരുമിച്ചാലും അതിനെ അതിജീവിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും സംവിധാനങ്ങളെയും മെച്ചപ്പെടുത്തേണ്ടതായിരുന്നു എന്ന വിലയിരുത്തൽ തീർച്ചയായും ബി ജെ പിക്കകത്തുണ്ട്. അതുണ്ടായിട്ടുണ്ടാവും. അല്ലാതെ ബി ജെ പി അങ്ങ് തകർന്നു പോയി എന്നൊന്നും പറയരുത്. അവിടെ ബി ജെ പിക്ക് കിട്ടിയ നമ്പർ ഓഫ് വോട്ട്സ് തന്നെ നോക്കിക്കോളൂ. ബി ജെ പിക്ക് കിട്ടിയ വോട്ട്, ആ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് 2019 കിട്ടിയ അതേ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ വന്നതുപോലെ ഇവർ പ്രതിപക്ഷ നിര അവിടെ ഒരുമിച്ചപ്പോൾ തീർച്ചയായും അത് വേണ്ട രീതിയിൽ അവിടെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് പറഞ്ഞു എന്ന് പറയുന്നത് മാതിരി തന്നെ ഞാനൊക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന ഒരു ഓവർ കോൺഫിഡൻസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. വിലയിരുത്തണ്ടേ? ഇതൊക്കെയാണല്ലോ വിലയിരുത്തലുകൾ. അല്പം കൂടെ വിശദമായിട്ട് വരാം. ശ്രീ ഷാബു പ്രസാദ്, CB സത്യൻ, നേരത്തെ നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ ജയിലിൽ നിന്ന് കെജ്രിവാൾ നടത്തിയ പ്രവചനം, അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പ്രവചനം നടത്തുന്ന ദിവസം അന്ന് ചർച്ചയ്ക്ക് താങ്കൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് കെജ്രിവാൾ ഈ പ്രവചനം നടത്തിയപ്പോൾ അന്ന് പോലും നമ്മൾ ആ ഇലക്ഷൻ പ്രോഗ്രാമിൽ സംസാരിച്ചതാണ് ആ വിഷയത്തെക്കുറിച്ചിട്ട്. അതവിടെ നിൽക്കട്ടെ, അതൊരു പ്രവചനമാണ്. ഒരാളും സംഘടനയേക്കാൾ വലുതല്ല എന്ന് കേശവ് പ്രസാദ് മൗര്യ പറയുന്ന ഒരു വിഷയം, ഇത് യോഗിക്കെതിരായിട്ടുള്ള ഒരു കലാപാഹ്വാനമായിട്ട് UP-യിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ടോ താങ്കൾ? നമ്മളിതിനെ ആദ്യമേ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ തുടങ്ങാം. അതായത് UP-യിൽ ഇപ്പോഴും ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് യോഗി ആദിത്യനാഥാണ് BJP-യിൽ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷം, അതായത് കഴിഞ്ഞ തവണത്തെ 6 ലക്ഷത്തിൽ നിന്ന് വെറും 1.5 ലക്ഷം വോട്ടുകളായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞ ഒരു കാഴ്ച കണ്ടവരാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ UP ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. 80 ലോക്സഭാ സീറ്റുകൾ UP-യിൽ നിന്നുണ്ട്. അതിൽ വെറും 33 സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് 29 സീറ്റുകളുടെ കുറവാണ് BJP-ക്ക് ഉണ്ടായത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ആരുടെ മേലാണ് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് തുടങ്ങിയ രസകരമായ ചോദ്യങ്ങൾ കൂടി നമ്മൾ ചോദിക്കുന്നത് നന്നായിരിക്കും. കാരണം പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമാണ് UP. അപ്പൊ UP ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരിച്ചടിക്കുള്ള മുഴുവൻ ഉത്തരവാദിത്വം യോഗിക്കാണോ? കാരണം ഈ പറഞ്ഞ മോദി എഫക്റ്റ് രാജ്യമൊട്ടാകെ പടർന്ന് പന്തലിക്കുന്നു എന്ന് BJP അവകാശപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് മത്സരിക്കുന്ന UP പോലുള്ളൊരു സംസ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ ഭൂരിപക്ഷം മാരകമായി കുറയുകയും മറ്റ് ഇതുപോലെ 29 സീറ്റുകളുടെ നഷ്ടം, അതായത് UP-യിൽ നിന്ന് 29 സീറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP ഏറെക്കുറെ കേവല ഭൂരിപക്ഷത്തിൽ എത്തുമായിരുന്ന ഒരു അവസ്ഥ സംജാതമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെടുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥിന് മാത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. കാരണം പ്രധാനമന്ത്രി അടക്കം മത്സരിച്ച സ്ഥലമാണത്. ഇനി രണ്ടാമത്തത്, ഈ UP-യിൽ കഴിഞ്ഞ തവണ സംഭവിച്ച തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ അസംതൃപ്തിയാണ്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് മോദിക്ക് വെല്ലുവിളിയല്ല യോഗി, മറിച്ച് BJP-യിലെ വളരെ വളരെ കൃത്യമായ ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ലിൽ എത്തി നിൽക്കുകയാണ്, ഒരു ദശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് BJP. കാരണം അടുത്ത 5 വർഷത്തിന് ശേഷം, അടുത്ത 5 വർഷം കൂടി ഇവർ സുഗമമായി ഭരിക്കുമെന്ന് നമ്മൾ കരുതിയാൽ അടുത്ത 5 വർഷത്തിന് ശേഷം ഉണ്ടാകാനിടയുള്ള ഇനി ആര് എന്ന ചോദ്യത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ BJP-ക്ക് കൃത്യമായൊരു ഉത്തരമില്ല. പല കേന്ദ്രങ്ങളിൽ നിന്നും അത് യോഗി ആദിത്യനാഥ് എന്ന നിലയ്ക്ക് പലതവണ ഉയർത്തി കാട്ടിയിട്ടുണ്ട്. എങ്കിലും അമിത്ഷാ അടക്കമുള്ള നേതൃത്വം അവിടെ കാത്തിരിക്കുകയാണ്. കാരണം മോദിക്ക് ശേഷം മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട്, BJP-യിലെ രണ്ടാമനായിട്ട് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന അമിത്ഷാ അടക്കമുള്ളവർ കാത്തിരിക്കുകയാണ് ഈ പിൻഗാമിത്വത്തിന് വേണ്ടിയിട്ട്. അതായത് അടുത്ത കിരീടധാരണം തന്റേതാകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട്.
അപ്പം അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന UP-യിലെ തെരഞ്ഞെടുപ്പിൽ പരമാവധി സമ്മർദ്ദം യോഗിക്ക് കൊടുക്കുക എന്നത് ഈ രണ്ടാം നിരയുടെ കൃത്യമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഈ 10 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ 10 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് യോഗിയുടെ കഴിവിനെ കുറിച്ചുള്ള ആദ്യത്തെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. അതിനെ ഉപയോഗിച്ചത് കേശവ് പ്രസാദ് മൗര്യയാണ് എന്ന് മാത്രമാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അല്ലാതെ കേശവ് പ്രസാദ് മൗര്യയുടെ മാത്രമുള്ള ഒരു വിമത നീക്കമായിട്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് സംഘടനയോട് പെട്ടെന്നൊരു ദിവസം തോന്നിയ അസാധാരണമായ സ്നേഹത്തിന്റെ ബാക്കിപത്രമായിട്ടോ നമ്മളിതിനെ കാണേണ്ടതില്ല. വളരെ കൃത്യമായ പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉപമുഖ്യമന്ത്രി, UP-യിലെ ഒരു ഉപമുഖ്യമന്ത്രിയും കേശവ് പ്രസാദ് മൗര്യയെ പോലുള്ള ഒരു OBC നേതാവ്, അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തോട്ട് അധികം അറിയപ്പെടാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനെ പോലുള്ളൊരു നാഷണൽ ഫിഗറിനെതിരെ ഇമാതിരി ഒരു നീക്കം നടത്താനുള്ള ധൈര്യം ഉണ്ടാവില്ല. നമ്മളിതിനെ പാരലായിട്ട് വായിക്കേണ്ടത്, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ പറയാം, ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഒരു സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് അതിബുദ്ധിമാൻ എന്ന് വാഴ്ത്തപ്പെടുകയും അമിത്ഷായുടെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ട് 5 വർഷം മഹാരാഷ്ട്ര തന്റെ തന്ത്രങ്ങളിലൂടെ മാത്രം ഭരിച്ചെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് പിന്നീട് ഏകനാഥ് ഷിൻഡെയുടെ BJP താൻ തന്നെ പിളർത്തിയെടുത്ത ശിവസേനയുടെ ഫാക്ഷന്റെ തലവന്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും തിരിച്ചടി ഉണ്ടായിട്ട് അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ അത് വെക്കേണ്ട, ഈ വർക്ക് തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കി തളച്ച് ഇട്ട ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്. അത് BJPക്ക് അകത്തുള്ള അതിശക്തമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഒരു പിന്തുടർച്ചയുടെ തുടർച്ച തന്നെയാണ്, ഒരു പിന്തുടർച്ച അവകാശത്തിന്റെ തുടർച്ചയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ UP-യിൽ യോഗി ആദിത്യനാഥും നേരിടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UP-യിൽ യോഗി ആദിത്യനാഥ് മോദിയുടെ പിൻഗാമിയാകുമോ? അടുത്ത 5 വർഷത്തിന് ശേഷം അടുത്ത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കണക്കൂട്ടലിൽ നമ്മൾ നോക്കിയാൽ അതിനുശേഷം ആര് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. കാരണം മോദിയുടെ അപ്രമാദിത്വം അവസാനിച്ചു. 240 സീറ്റുകൾ. അതായത് ഞാൻ ഇടയ്ക്കൊന്ന് ആ ഒരു കൗതുകം കൊണ്ട് ഇടയ്ക്കൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് CB സത്യൻ. അതായത് കേന്ദ്ര നേതൃത്വത്തിനകത്തുള്ള വളരെ ഒട്ടും പ്രവചിക്കാനാവാത്ത, ഒരു പക്ഷേ കേജ്രിവാൾ പറഞ്ഞ മറ്റ് ചില പ്രവചനങ്ങളുടെ ചില ചുവട് പിടിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഭിന്നിപ്പ്, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞത് കേശവ് പ്രസാദ് മൗര്യയ്ക്ക് പിറകിൽ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വിരൽ ചൂണ്ടപ്പെടുന്നത് കേന്ദ്ര നേതൃത്വത്തിലേക്കാണ്. അതിൽ ആരെയാണ് വെട്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ലേ? അതെ, കൃത്യമായിട്ട് അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 വർഷം യോഗി ഭരിച്ചു കഴിഞ്ഞു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി കഴിയുമ്പോൾ 10 വർഷത്തെ ഭരണ നേട്ടം യോഗിക്ക് സ്വന്തമാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് 10 വർഷം ഭരിച്ച ഒരു BJP മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു അല്ലെങ്കിൽ ഉയർത്തി കാണിക്കേണ്ട ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അടുത്ത 10 വർഷത്തിന് ശേഷം ഉയർന്നു വരികയാണെങ്കിൽ, കാരണം ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം അതൊരു യോഗിയാണ്. യോഗി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ജാതി രാഷ്ട്രീയത്തിനും മുകളിൽ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ BJP പ്രതിദാനം ചെയ്യുന്ന ഹൈന്ദവതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ ജാതി രാഷ്ട്രീയത്തിനും മുകളിലായി. അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ മറ്റുള്ള സംഭവങ്ങളോ അതിനകത്തൊരു തടസ്സമല്ല. പിന്നെ ഇത് രണ്ടാമത്, അദ്ദേഹത്തിന് ഒരു വൈദിക പണ്ഡിതനായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയല്ല, മറിച്ച് കറതീർന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് 10 വർഷത്തെ ഭരണ നേട്ടത്തിനൊടുവിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. അപ്പൊ അടുത്തത് നോക്കുക, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ അമിത്ഷാ എന്ന് പറയുന്ന ഒരാളിനേക്കാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാളിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കാൻ ഇഷ്ടപ്പെടുക യോഗി ആദിത്യനാഥിനെ പോലെ ഒരാളിനെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ഹൈന്ദവതയുടെ പ്രത്യേകത കൊണ്ട്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെ ഭാവിയിലേക്ക് മോദിയുടെ സീറ്റിലേക്ക് ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നാമനായി വരാൻ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ്. അപ്പൊ അദ്ദേഹത്തിനെ ഒരു വിജയിയാക്കാതെ, അദ്ദേഹത്തിനെ ഒരു വിജയി പട്ടം കൊടുക്കാതെ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലരുടെ ആവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന മുഴുവൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും യോഗിയുടെ തലയിൽ കെട്ടിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ BJP-യിൽ അകത്ത് നടക്കുന്ന ഈ പിൻഗാമിക്ക് വേണ്ടിയുള്ള തർക്കത്തിനകത്ത് അല്ലെങ്കിൽ മത്സരത്തിനൊരു വേറൊരു കളമൊരുങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്കുള്ള 10 ബൈ ഇലക്ഷനുകൾ, 10 സീറ്റുകളിലേക്കുള്ള ബൈ ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഇതിനകത്ത് 5 സീറ്റ് ഓൾറെഡി SP-യുടെ കൈവശമുള്ളതാണ്.
ബാക്കി 3 സീറ്റുകൾ മാത്രമാണ് BJPയുടെ കയ്യിൽ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ SP ഒറ്റയ്ക്ക് നേടിയ 5 സീറ്റിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടി സപ്പോർട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ സീറ്റുകളിൽ ഇപ്പോൾ അവർക്ക് നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഭയങ്കരമായ ഒരു പ്രഷറിലേക്ക് യോഗിയെ തള്ളിയിടുകയാണ് ഇപ്പോൾ ഞാൻ തിരികെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പറഞ്ഞ ചോദ്യം യോഗിയെ സീറ്റിൽ നിന്ന് ഇറക്കുകയല്ല, ഇനിയൊരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരം വരികയാണെങ്കിൽ ആരെയാണ് മാറ്റി നിർത്തേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കേണ്ടത് എന്നുള്ളൊരു ചിത്രം നൽകുകയാണോ എന്നാണല്ലോ നമ്മൾ ഈ പറഞ്ഞ് എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വരുന്നത്. അപ്പോഴും ചില വിഷയങ്ങൾ, RSS എടുക്കുന്ന ചില നിലപാടുകൾ, RSS ഉയർത്തുന്ന ചില വിമർശനങ്ങൾ, RSSന്റെ താല്പര്യം, RSS പ്രകടമാക്കിയ അസംതൃപ്തികൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വന്നതാണ്. അപ്പോൾ യോഗിയെ പോലെ ഒരാളെ ഈ പദവിയിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു നീക്കമുണ്ടെങ്കിൽ ആ നീക്കത്തിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്കോ RSS കടക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലേ, ഏത് തരത്തിലുള്ള വെട്ടിനിർത്തലുകളാണെങ്കിൽ പോലും? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, അതിൽ RSSന്റെ റോള് വളരെ അദൃശ്യമായ സാന്നിധ്യം എന്ന രൂപത്തിൽ വളരെ നിർണായകം തന്നെയാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് നടത്തിയ ചില നിരീക്ഷണങ്ങളും പ്രസ്താവനകളും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് എല്ലാം ഭദ്രമല്ല എന്ന നിലയിലാണ്. കാരണം BJP RSS തമ്മിൽ റിഫ്റ്റ് ഉണ്ട് എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, മറിച്ച് ഈ പ്രസൻറ്റ് ലീഡർഷിപ്പ് ഒരുപക്ഷെ ഒരു ഡെമഗോഗറിയിലേക്ക് നീങ്ങുന്നു, ഒരു അതിമാനുഷികതയിലേക്ക് നീങ്ങുന്നു. ഒരു വ്യക്തിയിലേക്ക് എല്ലാ അധികാരങ്ങളും, അത് നരേന്ദ്രമോദി എന്ന ഒരു ബിംബത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഒരു വിഗ്രഹത്തിലേക്ക് എല്ലാ അധികാരങ്ങളും, എല്ലാ കണ്ണുകളും, എല്ലാ ക്യാമറ കണ്ണുകളും, രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു സംവിധാനം, അതല്ല യഥാർത്ഥത്തിൽ RSSന്റെ മനസ്സിലുള്ളത്. RSS, ഞാൻ മനസ്സിലാക്കുന്ന RSSന്റെ ഒരു ഐഡിയോളജി, ഇവിടെ ഒരു ചില അജണ്ടകളും പ്രത്യയശാസ്ത്രവും എല്ലാം നടപ്പാക്കുന്നതിന് ഒരു ബിംബം ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ബിംബത്തിന് വേണ്ടി ഒരു ബിംബം ഉണ്ടാവുകയും അതിലേക്ക് എല്ലാ അധികാരങ്ങളും വരികയും ചെയ്യുമ്പോൾ അവിടെ RSSന്റെ പോലും പ്രസക്തി അവിടെ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അവിടെയാണ് ഒരുപക്ഷെ RSSന് പ്രത്യേകിച്ച് ഈ യോഗി ആദിത്യനാഥിനോട് പ്രത്യേക താല്പര്യം കൂടുതൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം RSS റൂട്ടിലൂടെ വന്നയാളല്ല. പക്ഷേ RSSന് അനഭിമതനല്ല താനും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവ ദേശീയത മുന്നോട്ട് വയ്ക്കാൻ ഇന്നത്തെ നിലയിൽ ഉത്തർപ്രദേശിൽ തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ ഇപ്പോൾ BJPക്ക് ലഭിച്ച തിരിച്ചടി ഭാഗികമായ തിരിച്ചടി ആണെങ്കിൽ പോലും അതിൽ നിന്നും മുക്തമാകണമെങ്കിൽ ഒരുപക്ഷെ യോഗിയുടെ നേതൃത്വത്തിൽ തന്നെ കുറച്ചുകൂടി ഒരു തീവ്രമായ രീതിയിലുള്ള ഒരു ദേശീയത അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത, അത് ഉത്തർപ്രദേശിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം കൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് വെക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് യോഗി ആദിത്യനാഥിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ RSS തയ്യാറാവില്ല. അതൊരു ഓപ്ഷനാണ്. മോദിക്ക് ശേഷം, ഞാൻ പറയുന്നില്ല മോദിക്ക് ത്രെട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതിനെ ഒരുപക്ഷെ അത് ഓവർ ആംപ്ലിഫൈ ചെയ്തു പോയി. മോദിക്ക് ഈ 5 വർഷത്തേക്കുള്ള ത്രെട്ട് എന്നല്ല, മോദിയുടെ സ്കീം ഓഫ് തിങ്സിൽ മോദിക്ക് ശേഷം വരേണ്ടത് അമിത്ഷാ ആണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്കീം ഓഫ് തിങ്സിൽ അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത് എങ്കിൽ ആ ഒരു പ്ലാൻ നടക്കാതെ പോവുകയും യോഗി ആദിത്യനാഥ് അവിടെ വരികയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം. അതുകൊണ്ട് ഇതൊരു പേറ്റുനോവിൻ്റെ ഒരു കാലഘട്ടമാണ്. ആരാണ് അടുത്ത പ്രധാനമന്ത്രി, അല്ലെങ്കിൽ BJPക്ക് അധികാരം ലഭിച്ചാൽ, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇന്നത്തെ രൂപത്തിൽ തുടരുകയും അടുത്ത ഒരു ടേം കൂടി ലഭിക്കുകയും ചെയ്താൽ ആരായിരിക്കും മോദിയുടെ സക്സസർ എന്ന ഒരു ഡിബേറ്റ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് തുടങ്ങിയത് ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ തുറന്നുവിട്ട ഒരു ഭൂതമാണ്. അത് BJPയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ആ ബാധയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറികൾ. ഈ പൊട്ടിത്തെറികൾ എന്ന് പറയാനാവില്ല, ചെറിയ തോതിലുള്ള കല്ലുകടികളാണ്. ഇത് സർഫസിൽ സാധാരണഗതിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സർഫസിൽ വരില്ല. ഇതൊരു കേഡർ സംവിധാനമുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിച്ചു പോവുകയാണ്. പക്ഷേ ഇത് പൊതു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴാണ് മറ്റ് പാർട്ടികളും ജനസമൂഹവും മാധ്യമങ്ങളും എല്ലാം ജാഗരൂകരാകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത് ആരുടെയൊക്കെയോ ശ്രമമാണ്. കാരണം ഇവിടെ യോഗി ആദിത്യനാഥിനെ പരമാവധി, നേരത്തെ പറഞ്ഞ 2 പാനലിസ്റ്റുകളും പറഞ്ഞതിനോട് ഞാൻ തത്വത്തിൽ യോജിക്കുകയാണ്. പ്രത്യേകിച്ച് CB സത്യൻ പറഞ്ഞൊരു കാര്യം വളരെ വലിയ ഒരു കാര്യമാണ്. പരമാവധി സമ്മർദ്ദത്തിലാക്കുകയാണ് യോഗി ആദിത്യനാഥിനെ.
അപ്പം തോൽവിയുടെ പരാജയഭാരം ഏതാണ്ട് അദ്ദേഹത്തിന് ചുമലിലേക്ക് വെക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ 5-ലധികം സീറ്റിൽ പ്രതിപക്ഷം ജയിക്കാനുള്ള സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം വിജയിക്കാനുള്ള സാധ്യതയാണ്. കാരണം അവരുടെ കയ്യിലായിരുന്നു കൂടുതൽ സീറ്റുകൾ, അതുകൊണ്ടാണ് അത് ജയിക്കാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ മോദി ഇഫക്റ്റ് മാത്രമേ ഈ രാജ്യത്തുള്ളൂ, യോഗി ഇഫക്റ്റ് ഇല്ല. അങ്ങനെ ഒരു യോഗി ഇഫക്റ്റ് ഇല്ലാതെ ഒരിക്കൽ കൂടി മോദി പ്രഭാവം മാത്രമായി വരികയാണ്. ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോഴും, യോഗി മോദി ഡബിൾ എഞ്ചിൻ എന്നെല്ലാം പറയുമ്പോഴും ആ എഞ്ചിൻ, പ്രധാനപ്പെട്ട എഞ്ചിൻ കാര്യമായ പരിക്കില്ലാതെ നിൽക്കുന്നു. മോദി പ്രഭാവത്തിനേറ്റ വിള്ളൽ കൊണ്ടല്ല ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടത്, യോഗി പ്രഭാവം പഴയ പോലെ ഏശുന്നില്ല. അതുകൊണ്ടാണ് അവിടെയാണ് യോഗിയുടെ ഭാവി. നമ്മളിപ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു യോഗി ആദിത്യനാഥ് ആയതുകൊണ്ട് പറയുകയാണ്. 7 വർഷത്തെ പ്രവർത്തന പരിചയം. ഉത്തർപ്രദേശ് സംസ്ഥാനം നോക്കൂ, മുഖ്യമന്ത്രിമാർ വാഴാത്ത നാട്. മാത്രമല്ല ആർട്ടിക്കിൾ 356 അനുസരിച്ച് സംസ്ഥാന അടിയന്തരാവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഏറ്റവും അധികം ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു 6 പ്രാവശ്യമാണ് പ്രയോഗിക്കപ്പെട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് മുഖ്യമന്ത്രിമാർ വാഴാതിരിക്കുന്ന ഒരു കാലത്ത് സുസ്ഥിരമായൊരു ഭരണം കഴിഞ്ഞ 5 വർഷം കാഴ്ചവെക്കുകയും ഇപ്പോഴും അദ്ദേഹത്തിന് അടുത്ത 5 വർഷം, 2 വർഷം കഴിഞ്ഞു, ഇനി 3 വർഷം കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ ഒരു കാരണവശാലും മാറ്റി നിർത്താനാവില്ല. 3 വർഷം കൂടെ കഴിയുമ്പോൾ ഒരു ഭരണം, 10 വർഷം ഭരണം ഉത്തർപ്രദേശിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലെ ഭരണം 10 വർഷം തുടർച്ചയായി വഹിച്ച ഒരു മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കാൻ ഒരുപക്ഷെ BJP നേതൃത്വത്തിനാവില്ല. അതുമാത്രമല്ല, മോദി ഏതെല്ലാം വഴികളിലാണോ ഗുജറാത്തിൽ കടന്നു വന്നത് അതേ വഴികളിലാണ് യോഗി ഉത്തർപ്രദേശിൽ കടന്നു വരുന്നത്. നോക്കൂ, ഗുജറാത്തിൽ ഒരു മന്ത്രി പോലും ആയിരുന്നില്ല, മോദിയുടെ പേര് കാര്യമായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പെട്ടെന്ന് നാടകീയമായി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ വർഗീസ്, കേശവ പ്രസാദ് മൗര്യയ്ക്ക് പുറമെ സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൗധരിയും യോഗിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ഒരു 40,000-ഓളം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചു കൊടുത്തിരിക്കുന്നു. അതായത് അത് ഒരാളിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരു കോക്കസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരു സംഘടിതമായിട്ടാണ് ചെയ്യുന്നത് എന്തും കൂടി വ്യക്തമല്ലേ? അതിനെ ഏത് തരത്തിൽ പ്രതിരോധിച്ചുകൊണ്ടുകൂടിയാണ് UP-യിൽ യോഗിക്ക് കാലുറപ്പിച്ചു നിർത്താൻ കഴിയുക? ഭൂപേന്ദ്ര ചൗധരി ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രസിഡന്റ് ആയിരുന്നു. കാരണം ഇപ്പോഴേ RLD ജാട്ടുകളുടെ പാർട്ടിയായ രാഷ്ട്രീയ ലോക്ദൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു നേരത്തെ, അല്ലെങ്കിൽ UPA-യുടെ ഭാഗമായിരുന്നു നേരത്തെ. അതുകൊണ്ട് ചൗധരി ചരൺ സിംഗിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ ആ പാർട്ടി BJP-യോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ജാട്ട് വംശജനായ ചൗധരിക്ക് മുഖ്യമന്ത്രി ഒരു നിർണായക സ്ഥാനം ഇനിയും കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലാണ്. സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പുറത്തേക്കുള്ള വഴിയിലാണ്. അദ്ദേഹത്തിന് കാര്യമായ ജനസ്വാധീനം ഉണ്ടെന്ന് കരുതാനാവില്ല. അപ്പം അദ്ദേഹം ഈ സ്കീം ചെയ്യുകയാണെന്ന് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായ കേശവ പ്രസാദ് മൗര്യയുമായി സ്കീം ചെയ്തുകൊണ്ട് യോഗിക്കെതിരെ കൈകോർത്തുകൊണ്ട് അവിടുത്തെ BJP നേതൃത്വവും പാർട്ടി നേതൃത്വവും ഉപമുഖ്യമന്ത്രിയും എല്ലാം കൂടി ചേർന്ന് പ്ലോട്ട് ചെയ്യുന്നതല്ല, മറിച്ച് കേന്ദ്ര നേതൃത്വവുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം 2 കൂട്ടരും, അതായത് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും, അദ്ദേഹം OBC വിഭാഗത്തിൽപ്പെടുന്നയാളാണ്, അതുപോലെ ജാട്ടുകളുടെ കൂടെ പിന്തുണയുള്ള BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും എല്ലാം ചേർന്ന് ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുകയും അങ്ങനെ സംസ്ഥാനത്തൊരു ബിംബമായി വളരുന്ന യോഗി ആദിത്യനാഥിനെ കുറച്ചുകൂടി സ്കെയിൽ ഡൗൺ ചെയ്യുകയും, ഇതൊരു തന്ത്രമാണ്, ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ് സ്കെയിലിംഗ് ഡൗൺ യോഗി ആദിത്യനാഥ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു അപ്രമാദിത്വം, ഒരു ഓറ, ഇതെല്ലാം ഭാവിയിൽ ചിലർക്കെങ്കിലും അലോസരം ഉണ്ടാക്കും. ആ അലോസരം ഉണ്ടാക്കുന്നത് അമിത്ഷായ്ക്കാണോ മറ്റാർക്കെങ്കിലും ആണോ? അവിടെ മോദിയുടെ മനസ്സെന്താണ്? ഇതാണ് നിർണായകം. കറക്റ്റ്, തീർച്ചയായിട്ടും അതാണ് അതിന്റെ എത്തുന്ന കൃത്യമായിട്ടുള്ള പോയിന്റ്. അവിടേക്ക് ഷാബു പ്രസാദ്, അങ്ങനെ അലോസരം അവിടെ ഉണ്ട്, അലോസരം ഉണ്ടാക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിനെതിരെ അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ പാർട്ടി പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പ്രസ്താവനകൾ വരുന്നുണ്ട്, ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ എക്സിലടക്കം വരുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പോൾ അത് അലോസരങ്ങളുണ്ട്. ഈ അലോസരങ്ങൾ ഉണ്ടാക്കി വിടുന്നത് ആരാണ്? ആരുടെ ലോങ് ടൈം സ്ട്രാറ്റജിയാണ് അത്?
കേന്ദ്ര നേതൃത്വത്തിലെ ആർക്ക് വേണ്ടി ആരാണ് ചെയ്യുന്നത്? ഇത് ഉറ്റുനോക്കുന്ന ആ ലോങ് സ്ട്രാറ്റജി എന്താണ്? മോദിക്ക് ശേഷമുള്ള പിൻഗാമി മറ്റാരെങ്കിലും, യോഗി എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് വരരുത് എന്ന് കരുതുന്ന ആരെങ്കിലുമാണോ? താങ്കൾ ആ പാർട്ടി അനുഭാവിയായി നിന്നുകൊണ്ട്, അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ അപർണ, ഇതൊക്കെ നിങ്ങളുടെ നിഗമനങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അല്ലേ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കണം. മോദിക്ക് യോഗി ആദിത്യനാഥിനെതിരെ അവിടെ വലിയൊരു പടയൊരുക്കം നടത്തുന്നു. അതിന് കേന്ദ്ര നേതൃത്വത്തിലുള്ള ചിലരുടെ പിന്തുണ അങ്ങനെ നടന്ന് അവസാനം യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിക്ക് ഭീഷണിയാകാതിരിക്കാൻ വേണ്ടി നേരത്തെ വെട്ടുക, ചവിട്ടുക, പാലം വലിക്കുക, തലകുത്തി മറിക്കുക, ഇതൊക്കെ പറഞ്ഞില്ലേ ഞാൻ. അതാണ് ആദ്യം ചില നരേന്ദ്രമോദിക്കല്ല ഭീഷണി, അദ്ദേഹത്തിന് ശേഷം അത് ആർക്കാണ് ഭീഷണി? മോദി എന്ത് ചെയ്യും, എന്താ, ആർക്കൊപ്പമാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ശരി, ഓക്കെ, ഓക്കെ, അതോടൊക്കെയല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, മോദിയുടെയും യോഗിയുടെയും ഒക്കെ മനസ്സ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്കൊപ്പമാണ്. അതാണ് അതിനുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരം. എന്തായാലും ഇവിടെ 1980 ഇവിടെ സ്ഥാപിച്ച പാർട്ടിയാണ് BJP. ഇന്ന് ഇതിപ്പോൾ അതിൻ്റെ 45ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പ് ഈ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ മാധ്യമങ്ങളിലെ, അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇത്രത്തോളം ശക്തമല്ല, മാധ്യമങ്ങളിലെ ഇതേപോലെയുള്ള ചൂടേറിയ ചർച്ചാ വിഷയങ്ങളിലൊന്ന് വാജ്പേയിക്ക് ശേഷം ആര്, പ്രമോദ് മഹാജനെ ഒതുക്കിയോ, അരുൺ ജെയ്റ്റ്ലിയെ തലകുത്തി മറിച്ചോ, അപ്പിടിയാണോ ഇപ്പിടിയാണോ, ആ വാജ്പേയിയും അദ്വാനിയും തമ്മിൽ അടിയാണോ പിടിയാണോ, ഇതായിരുന്നു ഇവിടുത്തെ ഒരു 15 വർഷം മുമ്പുള്ള ഏറ്റവും വലിയ വിഷയം. ഈ ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ ഇതെല്ലാം വളരെ കൗതുകത്തോടുകൂടി ഒരു പുഞ്ചിരിയോടെ അദ്വാനിയും വാജ്പേയിയും BJP നേതൃത്വവുമെല്ലാം കാണുന്നുമുണ്ട്. അതിനുശേഷം ഈ മോദി, അമിത്ഷാ, ഇവർക്ക് ശേഷം ആര്, ഇനി നരേന്ദ്രമോദിക്ക് ശേഷം വരാൻ പോകുന്നു, നരേന്ദ്രമോദി അമിത്ഷായെ വെട്ടാൻ പോകുന്നു, കുത്താൻ പോകുന്നു, അപ്പോൾ ഇവിടെ നിന്ന് UP-യിൽ നിന്ന് യോഗി ആദിത്യനാഥ് വരുന്നു, അത് അമിത്ഷാ അനുവദിക്കുമോ, അപ്പോൾ പുറകിൽ കൂടെ കളി. ഈ കളികളെ, ഈ രീതിയിലുള്ള കളികളെ നമുക്ക് പരിചയമുള്ളൂ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ അല്ലാതെയും ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം അപർണ. അങ്ങനെയാണ് BJPയും സംഘപരിവാറും ഒക്കെ ഈ അവസ്ഥയിൽ വരെ എത്തിയത്. നിങ്ങൾക്കിതേ അറിയൂ. അതുകൊണ്ട് ഇങ്ങനെ മാത്രം ചിന്തിക്കാനേ നിങ്ങൾക്ക് കഴിയൂ. അത് എന്ത് ചെയ്യാൻ കഴിയും? അതിന് എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയും, നിങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയില്ല. നിങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുക എന്നുള്ളതല്ലാതെ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറയുന്നത് കേട്ടു, RSSന് നരേന്ദ്രമോദിയോട് അങ്ങനെ ഒരു നരേന്ദ്രമോദി ഇങ്ങനെ ഒരു വലിയ ബിംബമായിട്ട് വളരുന്നതിൻ്റെ അകത്ത് RSSന് താല്പര്യമില്ല. മോഹൻ വർഗീസ് സാർ ആദ്യം മനസ്സിലാക്കുക, നരേന്ദ്രമോദി ഈസ് ആൻ RSS പ്രോഡക്റ്റ്. അദ്ദേഹം ഇപ്പോഴും RSSന്റെ വരിഷ്ഠ പ്രചാരകനാണ്, സംഘപ്രചാരകനാണ്, അടിസ്ഥാനപരമായി സ്വയം സേവകനാണ് നരേന്ദ്രമോദി. അത് അവിടെ ആ നരേന്ദ്രമോദി ഒരു ബിംബമായി മാറുന്നതിൽ RSSന് അസ്വസ്ഥത എന്നൊക്കെയുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണോ, എനിക്കതിനെ വളരെ ബാലിശമായിട്ട് മാത്രമേ തോന്നുള്ളൂ. കാര്യം നിങ്ങൾക്ക് RSSനെ ഒരു ചെറിയ ചോദ്യം ആ പാർട്ടിയിൽ നിൽക്കുകയും അതിനെ വളരെയധികം നന്നായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, മോദി എന്ന് പറയുന്ന അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ്, BJPയിലെ ഒരു പ്രമുഖ സാന്നിധ്യം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്ന പേര് ആരുടേതാണ് താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ? ഞാൻ അങ്ങനെ കാര്യം, ഇപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, BJPയുടെ നേതാവ്. ഇത് കഴിഞ്ഞ ഇനിയിപ്പോ 5 വർഷം കഴിഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോൾ ജനകീയ പിന്തുണയുള്ള രണ്ടാമത്തെ ദേശീയ നേതാവ് ആരാണ് BJPയുടെ? ഇപ്പോഴും എനിക്കറിയില്ല. ഇപ്പോഴും 100% നരേന്ദ്രമോദിയുടെ പിൻഗാമി, നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നുള്ളത് എനിക്കറിയില്ല അപർണ, എനിക്കറിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ വിലയിരുത്തൽ നടത്താം. അതെങ്ങനെയാണ് ശ്രീ ശ്യാമപ്രസാദ്, താങ്കളെ പോലെ പരിണത പ്രജ്ഞനായിട്ടുള്ള
ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, ഈ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയത്തിലും BJPയുടെ ചലനങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണികൾ എത്തുന്നത് ആര് വരുമ്പോഴാണ്, ആർക്ക് മുന്നിലാണ്, ഏത് രാഷ്ട്രീയ BJPയിലെ ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിയുന്നത് എന്ന് താങ്കൾക്ക് വെറുതെ ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല. താങ്കൾക്ക് പറയാനേ കഴിയുന്നില്ല അതാരായിരിക്കുന്നത്. താങ്കൾക്ക് തോന്നുന്നേയില്ല. ശരി, ഞാൻ 2 ഓപ്ഷൻ പറയാം. അമിത്ഷായാണോ യോഗി ആദിത്യനാഥാണോ? താങ്കൾക്ക് രണ്ടിലെ ആരാണ് തോന്നുന്നത്? അമിത്ഷായാണോ? നിങ്ങൾ ചോദ്യം ചോദിക്കുക മാത്രം, ഞാൻ ഉത്തരം പറയണ്ടേ? ഇതിക്ക് പറയുന്നത് കേൾക്കൂ. പാർട്ടിക്കുള്ളിൽ ജനപിന്തുണ ഉള്ളവരും കുറഞ്ഞവരും കൂടിയവരും ഏറിയും കുറഞ്ഞുമൊക്കെ ധാരാളം നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിക്കകത്ത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, 2001 മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന പേരറിയാമായിരുന്നോ? ഒരു കുഞ്ഞിനും ഒരു ശ്രീ ഷാബു പ്രസാദ്, ഇതിലൊരു തർക്കം പോലും അംഗീകരിച്ചു കഴിഞ്ഞാൽ ജനപ്രീതിയുള്ള നേതാവ് ആരാണ് BJPയിൽ? ദേശീയ രാഷ്ട്രീയത്തിൽ ജനപ്രീതിയുള്ള BJPയുടെ രണ്ടാമത്തെ നേതാവ് ആരാണ്? നിങ്ങൾ പറയുന്ന കേൾക്കൂ. ഞാനിപ്പം തൽക്കാലം ഞാൻ സംസാരിക്കട്ടെ, എന്നിട്ട് ഞാനതിലേക്ക് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എനിക്ക് പലതും പറയാനുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഒറ്റ വാക്കിൽ യെസ് ഓർ നോ, ഇത് കോൻബനേഗ ക്രോർപതി അല്ല ചെയർ അല്ല ഇത്. ആദ്യം മനസ്സിലാക്കുക. അതാ ഞാൻ പറഞ്ഞത്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത, ആരും സ്വപ്നം പോലും കാണാതിരുന്ന ആൾക്കാരെ പെട്ടെന്ന് നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്ന് അവരെ രാജ്യം വലിയ നേതാവാക്കി വളരെ പോപ്പുലറാക്കിയ ചരിത്രം BJPക്കുണ്ട്. അവിടെ ഗുജറാത്തിൽ വളരെ ജനകീയരായിരുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നരേന്ദ്രമോദിയെ പെട്ടെന്ന് ലൈംലൈറ്റിലേക്ക് BJP കൊണ്ടുവരുന്നത്. ഈ യോഗി ആദിത്യനാഥ് 2017 UPയുടെ മുഖ്യമന്ത്രിയാകും എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? ആരെങ്കിലും കരുതിയിരുന്നോ? പക്ഷെ എത്ര പെട്ടെന്നാണ്. അന്ന് വരെ ലൈംലൈറ്റിൽ ഒന്നുമില്ലാതിരുന്ന നിശബ്ദനായ ഒരു MP മാത്രമായിരുന്ന, കർട്ടന് പിന്നിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന യോഗി ആദിത്യനാഥ് ഈ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ നേതാക്കന്മാരിൽ ഒരാളായി മാറിയത്. ഇങ്ങനെ ചരിത്രം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നിലവിലുള്ള പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളോ ഒന്നുമല്ല BJPയുടെ തീരുമാനങ്ങൾക്കും ഒരാളെ പ്രൊമോട്ട് ചെയ്യാനും ഒരാളെ കൊണ്ടുവരാനുമുള്ള തീരുമാനങ്ങളുടെ മാനദണ്ഡം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. നരേന്ദ്രമോദി എന്ന നേതാവ് BJPയുടെ ഏറ്റവും തലപ്പത്ത് വരിക, അദ്ദേഹം BJPയുടെ മുഖമാവുക, അതിൽ വലിയ രീതിയിൽ ആ ജനപിന്തുണ, ആ പോപ്പുലാരിറ്റി, അത് മാറ്റർ ആയിട്ടുണ്ട്. അതില്ലാന്ന് നിങ്ങൾ പറയരുത്, അത് മാറ്റർ ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനകീയനായ നേതാവ്, ജനങ്ങളുടെ അടുത്ത്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ മെറിറ്റ്, ആ ഗൈഡ് ലൈൻ ഇതിൽ ബാധകമല്ലേ? ഒരു കാര്യം പറയുന്നത് കേൾക്കൂ. അല്ല, പറയുന്ന കേൾക്കൂ. 2001 നരേന്ദ്രമോദി ഇവിടെ UP ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നത് വരെ അദ്ദേഹം ഒരു സ്കൂൾ ഇലക്ഷനിൽ പോലും മത്സരിച്ചിട്ടില്ല. അപർണ, അദ്ദേഹം ആദ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം, താങ്കൾ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോവുകയാണ്. അമിത്ഷായാണോ യോഗി ആദിത്യനാഥാണോ BJPയുടെ രണ്ടാമത്തെ ജനപ്രീതിയുള്ള നേതാവ്? ഞാൻ പറയുന്നത് നിങ്ങളുടെ തലമണ്ടക്കകത്ത് കയറുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. പറഞ്ഞ അതൊറ്റ നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ല. ഇതിലൊരു സംശയം, അത് എന്റെ പ്രശ്നമല്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നാളെ ആര് അടിസ്ഥാനത്തിലാവില്ല. പോപ്പുലറായിട്ടുള്ള യോഗി ആദിത്യനാഥുണ്ട്. അമിത്ഷാ പറയുന്ന കേൾക്കൂ. രണ്ടാമനെന്നോ മൂന്നാമനെന്നോ ഒന്നുള്ള കണക്കൊന്നും എനിക്കറിയില്ല. അതായത് ഇപ്പൊ BJPക്കുള്ളിൽ പോപ്പുലറായിട്ടുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. അതിന്റെ തൂക്കം നോക്കി, അളവും തൂക്കവും ഒക്കെ നോക്കി നിങ്ങൾ നിഗമനങ്ങളിൽ എത്തിക്കൊള്ളുക.
അല്ലാതെ അതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ താങ്കളെ വല്ലാത്തൊരു വിഷമവൃത്തത്തിൽ പെടുത്തുകയാണ് ശ്രീ ഷാബു പ്രസാദ്. താങ്കൾ ഈ പാർട്ടി അനുഭാവി കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൺ വേർഡ് ഉത്തരം താങ്കൾക്ക് പറയാൻ കഴിയില്ല. ഒരു വൺ വേർഡ് ഉത്തരം താങ്കൾക്ക് പറയാൻ കഴിയില്ല. താങ്കൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ താങ്കൾ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് എനിക്ക് ഉത്തരം കിട്ടാനും പോണില്ല. നിങ്ങൾ തെളിച്ച വഴിയിലൂടെ പോകാൻ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് വിഷമവൃത്തത്തിലായിരിക്കുന്നത് നിങ്ങളാണ്. അതെന്റെ പ്രശ്നമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. ഞാൻ സമ്മതിക്കുന്നു. ശ്രീ സി ബി സത്യൻ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ പിറകിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തൽ, RSSന്റെ നിലപാട്, നരേന്ദ്രമോദി എന്ത് കരുതുന്നു, അത് ആർക്കൊപ്പമാണ് നിൽക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ആരാണ് ജനകീയ നേതാവ് എന്നുള്ളത് വിഷയമല്ല, ഇനി നാളെ ആരാകും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഈ പാർട്ടിക്കകത്ത് എന്നുള്ള ചില വിഷയങ്ങളുണ്ട്. അതെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അപർണ, അതിന് കിടക്കുന്നതിന് മുമ്പ് ഞാൻ രസകരമായ ഒരു കമന്റ് പറയാം. അതായത് BJPയിലെ രണ്ടാമൻ ആരാണ് എന്ന ചോദ്യം ഡൽഹിയിലെ ഒരു പ്രമുഖ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഒരു പരാമർശം അർഹിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ BJPയിൽ രണ്ടാമനില്ല, 1 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങൾ മോദിയുടെ കയ്യിലാണ്. 1 മുതൽ 10 വരെ മോദിയാണ്, പിന്നെ 10 മുതൽ 20 വരെ അമിത്ഷായാണ്, ബാക്കിയുള്ളവരെല്ലാം അതിന് ശേഷമാണെന്ന്. അപ്പം ഈ നമ്മുടെ രാഷ്ട്രീയത്തില് ഈ ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന അപ്രമാദിത്വത്തിന്റെ പൂർണ്ണമായ ഒരു ചിത്രവും അതിനുശേഷം ഷാ കൈയടക്കി വെച്ചിരിക്കുന്ന അപ്രമാദിത്വത്തിന്റെ ചിത്രവും കൃത്യമായി തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പൊ അതിനകത്ത് ശ്രീ ഷാബു പ്രസാദിനുള്ള ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ BJPയിലെ രണ്ടാമനെന്ന് വിളിക്കാൻ പറ്റുന്നത് അമിത്ഷായാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എന്നാൽ BJPയിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് അദ്ദേഹമാണ് എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ കൂടുതൽ വിഷമവൃത്തത്തിൽ പെടുത്തണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം, ഈ 2004 വാജ്പേയി സർക്കാരിന് ശേഷം 10 വർഷത്തോളം UPA സർക്കാരാണ് ഇന്ത്യ ഭരിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2009 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ BJPയുടെ ഇന്ത്യയുടെയും ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. 2014 വരെ, അതായത് LK അദ്വാനിയുടെ കാലം കഴിയുന്നത് വരെ BJPക്ക് അധികാരത്തിൽ തിരിച്ചു വരാതിരുന്നത് കൊണ്ട് മാത്രമാണ് BJPയുടെയും ഇന്ത്യയുടെയും ചരിത്രം മറ്റൊരു രീതിയിലായി പോയത്. 2009 ഇലക്ഷനിൽ അന്ന് BJP അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ നരേന്ദ്രമോദി അന്ന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ 7 അയൽപക്കത്തില്ല. 2009 മുതൽ 2014 വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഇതിലാണ് ഈ വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന സംഭവത്തിലൂടെയും വികസിത ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു വലിയ മേക്ക് ഓവറിലൂടെയും നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഈ എന്താ പറയുക അതിന്റെ ആ ഹോളിലേക്ക്, അതിന്റെ ഏറ്റവും ഹോൾ ഓഫ് ഫെയിമിലേക്ക് കടന്നു വരുന്നത്, അതിന്റെ നെടുനായകത്വത്തിലേക്ക് കടന്നു വരുന്നത്. അതുവരെ അദ്ദേഹം ചിത്രത്തിലുണ്ടായിരുന്നില്ല. അപ്പൊ അതായത് ഞാൻ പറഞ്ഞത് 2009 BJPക്ക് അധികാരത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയുടെയും BJPയുടെയും ചരിത്രം എൻറ്റയർലി ഡിഫറെന്റ് ആകുമായിരുന്നു. ഇപ്പൊ ഇതേപോലെ തന്നെ ഒരു ചിത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കാരണം 2029 ഇലക്ഷനിൽ നിലവിലെ അവസ്ഥയിൽ BJP ഈസ് ഓൺ എ ഡിക്ലൈൻ എന്നുള്ളത് എല്ലാവരും സംശയമില്ലാതെ പറയുന്ന കാര്യമാണ്. BJPക്ക് നേരത്തെ ഈ അപ്രമാദിത്വം കിട്ടിയ 10 വർഷത്തിന് ശേഷം അത്രയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അടുത്ത 5 വർഷത്തിലൂടെ കടന്നു പോയതിനും ശേഷം വീണ്ടും BJP അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിനും അടുത്ത 5 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ അന്ന് അധികം പ്രായമേശാതിരിക്കുന്ന അമിത്ഷായും ഈ പറഞ്ഞ യോഗി ആദിത്യനാഥും അടക്കമുള്ള ഒരു 2ാം നിര നേതാക്കളുടെ ഒരു വലിയ മത്സരം ആ ചെങ്കോലിന് വേണ്ടി നടക്കും, ആ സിംഹാസനത്തിന് വേണ്ടി നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതിനുള്ള പടയൊരുക്കങ്ങൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടരണം എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ BJPയിലെ നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധിരാക്ഷസൻ എന്ന് കരുതപ്പെടുന്ന അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം തന്റെ സീറ്റ്, അതായത് അമിത്ഷാ ഒരിക്കലും പോപ്പുലറായ ഒരു നേതാവല്ല. അമിത്ഷാ ഈ പറഞ്ഞ പോലെ ജനലക്ഷങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴികളിൽ ഇളകി മറിയുന്ന ജനക്കൂട്ടത്തെ ഉണ്ടാക്കാനോ ആരവങ്ങൾ സൃഷ്ടിക്കാനോ കഴിയുന്ന ഒരു നേതാവല്ല. വളരെ കൃത്യമായ എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് മോഡലിൽ കൃത്യമായ എതിരാളികളെ വെട്ടിയൊതുക്കിയും ഒരു ടെററായിട്ട് തന്നെ മന്ത്രിസഭയും ഈ പാർട്ടിയും ഒക്കെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി കൊണ്ടുപോകുന്ന ഒരു നേതാവ് തന്നെയാണ്. അമിത്ഷായെ പറ്റി പറയുമ്പോൾ BJPയുടെ ഉന്നത നേതൃത്വത്തിൽ പോലും അത്ര വലിയ എന്താ പറയുന്ന ഒരു വാക്കുകളുടെ ഒരു ധാരാളിത്തമൊന്നുമില്ല. എല്ലാവരും ഭയന്നും പിശുക്കിയും മാത്രം സംസാരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അമിത്ഷാ. അക്കാര്യം ശ്രീ ഷാബു പ്രസാദിന് ഉറപ്പായിട്ടും അറിയുന്നത് തന്നെയാണ്.
ഈ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം യോഗി ആദിത്യനാഥിനെ ഒതുക്കിക്കളയാം എന്നുള്ളത് ബി ജെ പിയുടെ അല്ലെങ്കിൽ സെൻട്രൽ ലീഡർഷിപ്പിന് ആർക്കെങ്കിലും തോന്നിയാൽ തന്നെ അത് ആക്ച്വലി ഒരു വ്യാമോഹമാണ്. കാരണം രണ്ടു തരത്തിലാണ് യോഗി ആദിത്യനാഥ് എന്താ പറയാ റെസ്പോൺസ് അല്ലെങ്കിൽ വെട്ടിമാറ്റാൻ കഴിയാത്ത ഒരാളാവുന്നത്. ഒന്നാമത്തത്, അദ്ദേഹം ഒരു സന്യാസിയാണ്. ഹൈന്ദവതയുടെ എല്ലാ മൂല്യങ്ങളും പ്രതിനിധീകരിക്കുന്ന ഒരു സന്യാസി. അദ്ദേഹത്തിനെ വെട്ടിമാറ്റിയിട്ട് ബി ജെ പിക്ക് യു പിയിൽ അടുത്ത 10 വർഷം വിജയിക്കാൻ പറ്റില്ല. അത് വളരെ ക്ലിയർ ആയ കാര്യമാണ്. അതായത് അത്രയ്ക്ക് വലിയ ജനരോഷം ആ ഹൈന്ദവതയുടെ ഭാഗത്ത് നിന്ന്, അവരുടെ കോർ വോട്ടുകളിൽ നിന്ന് വലിയ ചോർച്ച ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിമാറ്റുക എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽ ഉൾപ്പെടാത്ത ഒരു കാര്യമായിരിക്കും. അതിനുള്ള ധൈര്യവും ബി ജെ പി നേതൃത്വത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അടുത്ത 10 സീറ്റുകളിൽ യോഗി ആദിത്യനാഥ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും, അതിനകത്ത് 3-4 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിയുന്നെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല യോഗി ആദിത്യനാഥിനെ. കാരണം അത്തരം ഒരു പരീക്ഷണത്തിലുള്ള ധൈര്യം ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ യു പിയെ തൽക്കാലത്തേക്ക് കുറച്ചു കാലത്തെങ്കിലും മറന്നു കളയേണ്ട ഒരു സംഭവം ഉണ്ടാവും. യു പി മറന്നു കളഞ്ഞാൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല. അതൊന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാഴ്ത്തുക. എന്തിനാണ് സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്? അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിൽ വരുത്തിയാൽ മാത്രമേ ഈ അടുത്ത യു പി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം സെൻട്രൽ ലീഡർഷിപ്പിന് അതിശക്തമായ അധികാര പ്രയോഗം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിന് അപ്രമാദിത്വം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് വെക്കാനായിരിക്കും ഉറപ്പായിട്ടും ബി ജെ പിയുടെ ഈ പറഞ്ഞ സെൻട്രൽ ലീഡർഷിപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. അതൊഴികെയുള്ള ഒരു സെൻട്രൽ ലീഡർഷിപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ യോഗിയുടെ അപ്രമാദിത്വം, അതായത് അടുത്ത തവണ വിജയിച്ചാൽ പോലും ബി ജെ പി യു പിയിൽ അധികാരത്തിൽ വന്നാൽ പോലും അതൊരു യോഗിയുടെ വിജയമല്ല, മറിച്ച് കേന്ദ്ര നേതൃത്വം ഇടപെട്ടത് കൊണ്ടുള്ള ഒരു വിജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കൃത്യമായ നീക്കുപോക്കുകൾ തന്നെ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ശ്രീ ഡോക്ടർ മുഹമ്മദ് വർഗീസ്, ആ ഒരു കാര്യത്തിലും കൂടെ ചേർന്നിട്ട്, അതായത് അഖിലേഷ് യാദവ് പറയുന്നു ഓപ്പറേഷൻ താമര നടക്കുകയാണ് ബി ജെ പിയിൽ എന്ന് പറയുന്നു. ഈ പറയുന്ന പോലെ 10 സീറ്റുണ്ട്. 10 സീറ്റിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ഓൾറെഡി എസ് പിയുടെ കയ്യിൽ, ഇനി കൂടി വന്നാൽ ഒരു 3 സീറ്റ്. അതുപോലും ഈ ഒരു കാലാവസ്ഥയിൽ എങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരത്തെ തന്നെ യോഗി ആദിത്യനാഥ് അസംതൃപ്തിയൊക്കെ പ്രകടമാക്കിയ, അദ്ദേഹത്തിന്റെ അണികളൊക്കെ പ്രകടമാക്കിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ഈ പറയുന്ന പോലെ ഒരു പ്രഷറൈസേഷനിലേക്ക് വരിക, യോഗിയുടെ അപ്രമാദിത്യം മാറ്റിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം, നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന പേരുകൾ ആ ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. തോറ്റാലും ജയിച്ചാലും അത് യോഗിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു വെപ്പണായി ഉപയോഗിക്കുക. അതായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുക? അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപർണ. അത് എനിക്ക് തോന്നുന്നത് മോദി ഇതിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വരുന്ന 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, 10 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ യോഗിക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഒരു ആൻറ്റി ഇൻകംബൻസി ഒരു പരിധിവരെ ഉണ്ട്. അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സമാജ്വാദി പാർട്ടിയുടെയൊക്കെ മിന്നും ജയം, അത് ഇപ്പോൾ അതിൽ തുച്ഛീകരിച്ച് കാണാനാവില്ല. അതിൻ്റെ ഒരു ഓറ തുടരുകയാണെങ്കിൽ, ഇന്ത്യ മുന്നണി കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ 10 സീറ്റിൽ ഒരു 7 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മോദി ഇടപെട്ട് കഴിഞ്ഞാൽ അത് മോദിയുടെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെടും. അല്ല, മോദി നമ്മൾ ഈ ചിത്രത്തിനകത്ത് പെടുത്തുന്നേ ഇല്ല. അതല്ലാതെ നേരത്തെ CB സത്യം പറഞ്ഞ പോലെ നരേന്ദ്രമോദി അല്ലാത്ത കേന്ദ്ര നേതൃത്വം അതാണ് എന്നുള്ളത് ഏകദേശം അതാണ് നമ്മൾ പറയുന്നത്. അവരും ഇടപെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും ഇടപെടില്ല. ഇത് യോഗിയുടെ തലയിൽ വെച്ച് കെട്ടാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ യോഗിക്ക് തന്നെ വിട്ടുകൊടുക്കും. അപ്പൊ യോഗി ഒരു വലിയ അത്ഭുതമൊക്കെ കാണിച്ച് ഒരു 7 സീറ്റ്, അതിൽ 10ൽ 7 സീറ്റ് സമാജ്വാദി പാർട്ടിയുടെ കയ്യിലിരുന്ന 5 സീറ്റിൽ ഒരു 3 സീറ്റൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു 10ൽ 7 സീറ്റുമായി വന്ന് യോഗി അങ്ങ് വലിയ പ്രഭയിൽ വന്നാൽ പോലും കാര്യമായി അവരിപ്പോൾ ഭയക്കേണ്ടതില്ല. കാരണം ഇനി ഏറെ മുന്നോട്ട് പോകാനുണ്ട്. ഈ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ, കേന്ദ്ര സർക്കാർ വന്നതേ ഉള്ളൂ. ഇനി എത്രയോ കാലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളാണ് ഈ 5 വർഷം കഴിഞ്ഞുള്ള ഭരണമാറ്റമെല്ലാം തന്നെ. അതുകൊണ്ട് തൽക്കാലം യോഗിയെ സമ്മർദ്ദത്തിലാക്കാൻ യോഗിക്കൊരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയും യോഗി തന്നെ തിരഞ്ഞെടുത്ത് വിട്ട സ്ഥാനാർത്ഥികൾ യോഗി തന്നെ തിരഞ്ഞെടുപ്പ് നയിക്കുന്നു. അവിടെ പരാജയപ്പെടാൽ, വിജയമാണെങ്കിൽ യോഗി എടുത്തുകൊള്ളട്ടെ, പരാജയമാണെങ്കിൽ അതിൻ്റെ തിക്തഫലം യോഗി അനുഭവിക്കേണ്ടി വരും എന്ന ഒരു നിലയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര നേതൃത്വം വലിയ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ, ഇനി വരാനുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം വളരെ വലിയ ശ്രദ്ധ ചെലുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് യോഗിയുടെ മാത്രം ഒരു റിസ്ക് ആയിട്ട് വിട്ടുകൊടുക്കാനാണ് സാധ്യത. അതെന്തായാലും കണ്ടിരിക്കേണ്ട കാര്യം തന്നെ. ഏതായാലും നമ്മൾ പ്രേക്ഷകരോടും ചോദിച്ചു, UP-യിലുണ്ടാകുന്ന കലഹം യോഗിയെ വെട്ടുമോ BJP എന്ന് ചോദിക്കുമ്പോൾ 61% പ്രേക്ഷകരും അങ്ങനെ കരുതുന്നു. 36% പ്രേക്ഷകർ അല്ല എന്ന് പറയുകയും 3
53% പ്രേക്ഷകർ അഭിപ്രായം നിഷ്പക്ഷമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കേശവ് പ്രസാദ് മൗര്യ എന്ന ഉപമുഖ്യമന്ത്രിയുടെ വിയോജിപ്പ് മാത്രമാണ് UP-യിലെ പാളയത്തിൽ പടയ്ക്ക് കാരണം എന്ന് കരുതുക വയ്യ. ചരട് വലിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണോ? അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ മനസ്സ് ആർക്കൊപ്പമാണ് നിൽക്കുക എന്നുകൂടി ഇനി കാണാനിരിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഷാബു പ്രസാദ്, ഒപ്പം CB സത്യൻ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നത്. പൂർണ്ണമാകുന്നു പ്രേം. ോടെ